നടൻ വിജയ്ക്ക് മറ്റൊരു ബന്ധം. കുടുംബം നന്നാക്കാൻ അറിയാത്തവൻ നാട് നന്നാക്കാൻ ഇറങ്ങിക്കഴിഞ്ഞാൽ എന്തായിരിക്കും സ്ഥിതി എന്നുള്ള തരത്തിലൊക്കെ ഇനി പ്രചരണങ്ങൾ വരും. നീ അന്ന് നോവിച്ചു വിട്ടതൊരു പാമ്പിനെയാടാ. നടനും തമിഴക വെട്രിക്കഴകം തലവനുമായ വിജയുടെ ഭാര്യ സംഗീത വിവാഹമോചനത്തിന് ഹർജി നൽകിയിരിക്കുന്നു. മെയിനായിട്ട് അവിഹിതം. വേറൊരു നടിയുമായിട്ട് വിജയ്ക്ക് വർഷങ്ങളായിട്ട് അവിഹിതമുണ്ട്. അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. പക്ഷെ അങ്ങനെ വന്നല്ലോ. നടിയുടെ പേര് പരസ്യമായ രഹസ്യമാണ്. വിജയുടെയും തൃഷയുടെയും പേര് കുറെ നാളുകളായിട്ട് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നതാണ്. അടുത്തത്തിൽ എന്നെല്ലാം പണ്ണലാൻ ഇരിക്കീങ്ക. ഇനി നമ്മൾ എന്ത് ചെയ്യുമല്ലയ്യ? നീ ഒന്നും ചെയ്യണ്ട, നാ ചെയ്തു. സംഗീത ഈ ഡിവോഴ്സ് പെറ്റീഷനിൽ ഫയൽ ചെയ്യുന്നു. നീ ഒരു ഹിമാലയ ഫ്രോഡാണെന്ന് എനിക്കറിയാം. പക്ഷെ എന്റെ അടുത്ത് നമ്പർ ഇറക്കിയാലുണ്ടല്ലോ, നിന്നെ മടക്കി ഒടിച്ച് ചുരുട്ടി കൂട്ടും ഞാൻ. വിജയുടെ ഭാര്യ സംഗീത ഫയൽ ചെയ്തിരിക്കുന്ന ഡിവോഴ്സ് പെറ്റീഷൻ നമ്മുടെ കൈകളിൽ ലഭിച്ചിരിക്കുന്നു. വിജയ്ക്ക് വർഷങ്ങളായിട്ട് അവിഹിതമുണ്ട്. റെഡ് ഹാൻഡഡ് ആയിട്ട് പൊക്കിയതാണ്. ഇങ്ങനെ ഒരു വിധി എഴുത്തുണ്ടാകുമെന്ന് സ്വപ്നത്തിൽ പോലും വിചാരിച്ചല്ലോ. പൊക്കിയതിനു ശേഷം ആ ബന്ധം തുടരില്ല എന്ന് വാക്ക് നൽകിയതിനു ശേഷവും അത് പിന്നീടും വിജയ് തുടർന്നു വന്നു എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഇതിനകത്ത് പറയുന്നത്. അങ്ങനെയൊക്കെ വഴിയില്ല. 2026 ഫെബ്രുവരി 15 ഒരു BJP-യുടെ മുതിർന്ന നേതാവ് ഒരു പൊതുവേദിയിൽ ഈ രീതിയിൽ പറഞ്ഞിട്ടുണ്ട്. വിജയ് ആദ്യം തൃഷയുടെ വീട്ടിൽ നിന്ന് പുറത്താക്കണം എന്നും പറഞ്ഞിട്ട് അധിക്ഷേപിച്ചിട്ടുണ്ട്. ഉണ്ട ഉരുളയ്ക്ക് ഉചിതം കാട്ടാത്തവനോട് കർത്താവ് പോലും പൊറുക്കൂലടാ. വന്നില്ലെങ്കിൽ ഒപ്പോസിഷൻ പാർട്ടി അടിച്ചിറക്കും. വിജയ്ക്ക് കണ്ടകശനിയും അപ്പുറത്തിരിക്കുന്ന പാർട്ടിക്കാർക്ക് ലോട്ടറിയുമാണ് ഇപ്പൊ അടിച്ചിരിക്കുന്നത്. അപ്പൊ താൻ ആരാണെന്ന് സ്വയം ഒരു ബോധം ഉണ്ടല്ലോ. നന്നായി. ഇലക്ഷൻ പ്രമാണിച്ച് സിനിമ ബ്ലോക്കാക്കി വെച്ചേക്കുന്നു. ദാണ്ടിപ്പം കുടുംബത്തിൽ നിന്നൂടെ നെറുകന്തലക്കിട്ട് അടി കിട്ടിയതുപോലാണ്. പിന്നെ അടിച്ച വഴി പോയില്ലെങ്കിൽ പോയ വഴി അടിക്കുക എന്നൊക്കെ പറയാറില്ലേ, അതാ ഞാനിപ്പോ ചെയ്യുന്നത്. ഇതിനകത്തൊരു പകപോക്കലുള്ളത് പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അത് ഞങ്ങളുടെ കുഴപ്പം കൊണ്ടല്ല. 2 കൊല്ലമായിട്ട് ഇവര് പിരിഞ്ഞു താമസിക്കുകയാണ് എന്ന് പറയുന്നു. ഇതിനു മുമ്പും ഇവർക്ക് ഈ ഒരു പെറ്റീഷനായിട്ട് മുന്നോട്ട് പോകാം. അവൾ ഇതല്ല ഇതിനപ്പുറം ചെയ്യും. അത്രയ്ക്ക് ഭയങ്കരയാണ്. അങ്ങനെ ചെയ്യാൻ അവൾക്ക് എന്താ വട്ടുണ്ടോ? അവൾക്ക് വട്ട് തന്നെയാണ്, മുഴുവട്ട്. അപ്പം ഇവരെ ചതിച്ച വിജയോട് പ്രതികാരം തീർക്കാൻ ഇതിനേക്കാളും വലിയൊരു സമയം വേറെ ഇല്ല. 2 പാവങ്ങളെ ദ്രോഹിച്ചതിന് നിനക്ക് കിട്ടിയ കൂലിയത്. അവനവന്റെ കയ്യിലിരിപ്പിന്റെ ഗുണം അവനവൻ തന്നെ അനുഭവിച്ചു തരണം. Please subscribe my channel. Okay.